ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ചിദ്രൂപേണ പരിവ്യാപ്തം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നാരായണാഖ്യ ഗുരുവര്യ നിവാസഭൂതേ രമ്യേ മഹാശിവഗിരാവനിശം നിവാസേ സ്തോത്രാവലി ശ്രവണമോദ സമസ്തദേ തദ്ദാസേ സദാ മയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 28ാം ഭാഗം. അവതരണം ശ്രീകൃഷ്ണ ദർശനം. വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് നാണു വലിയ ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. ദിവസവും പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കും. മറ്റ് വിദ്യാർത്ഥികളൊക്കെ എഴുന്നേൽക്കും മുമ്പ് തന്നെ നാണുവിൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും. ഭസ്മക്കുറികളും അണിഞ്ഞ് നാമജപം നടത്തിക്കൊണ്ടിരിക്കുന്ന നാണുഭക്തനെയാണ് പലരും അപ്പോൾ കണി കാണുന്നത് തന്നെ. നിത്യവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവത് ദർശനം നടത്തുന്നതും അന്നത്തെ ദിനചര്യയുടെ ഭാഗമായിരുന്നു. വാരണപ്പള്ളിയിലെ അമ്മമാർക്ക് നാണു ഭക്തിഗാനം ആലപിക്കുന്നത് കേൾക്കുവാൻ വലിയ ഇഷ്ടമായിരുന്നു. അത് കേൾക്കുന്ന ആർക്കും ഒരു ദേവസ്പർശം അനുഭവപ്പെടുമായിരുന്നു. ആ കീർത്തനങ്ങളിൽ പലതും നാണു തന്നെ സ്വയം രചിച്ചതാണെന്നറിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മമാർ അത്ഭുതം കൂറി. ഞങ്ങൾക്ക് കൂടി ഭഗവത് ജപം നടത്തുവാൻ നാണു പുതിയൊരു കീർത്തനം രചിച്ചു തരണമെന്ന് വാരണപ്പള്ളിയിലെ ഒരമ്മ ഒരു ദിവസം നാണുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്ന് വൈകിട്ട് ക്ഷേത്ര ദർശനവും കഴിഞ്ഞു വന്ന നാണു വാരണപ്പള്ളിയിലെ ആൽത്തറയിൽ കുറച്ചധിക നേരം ധ്യാനത്തിലിരുന്നു. ആ ധ്യാനത്തിനിടയിൽ നാണുവിന് ഭഗവാന്റെ സ്വരൂപം ദൃശ്യമായി. നാണുവിന്റെ ഹൃദയം ആ ഭക്തിസാഗരത്തിൽ നീന്തി തുടിച്ചു. ഹൃദയത്തിൽ നിന്നും കരകവിഞ്ഞിറങ്ങിയ ആ ഭഗവത് അനുഭവത്തിന്റെ മഹിമയിലിരുന്ന് നാണു ഒരു ഭക്തകാവ്യം ചമച്ചു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് അതിന് പേരുമിട്ടു. ആ വഞ്ചിപ്പാട്ടിന്റെ ഭക്ത്യാദരപൂർവമായ നാണുവിന്റെ ആലാപന മാധുരിയിൽ വാരണപ്പള്ളിയിലെ
അമ്മമാരുടെ ഹൃദയങ്ങൾ ഒന്നാകെ അലിഞ്ഞു ചേർന്നു. ഇത്തരമൊരു ഭഗവത് അനുഭവം അതുവരെ ഒരു പ്രാർത്ഥനാജപത്തിൽ നിന്നും അവർക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അതോടെ നാണു ഒരു സാധാരണ വിദ്യാർത്ഥിയല്ലെന്ന സത്യം അവർക്ക് ഉറപ്പായി. ചില നേരങ്ങളിൽ നാണു ആരുമായോ സംസാരിക്കുന്നതായും ആരെയോ നമസ്കരിക്കുന്നതായും ചിലരെല്ലാം കാണുകയുണ്ടായി. പക്ഷേ അവർക്കൊന്നും ആ നേരത്ത് അവിടെ എങ്ങും നാണുവിനെ അല്ലാതെ മറ്റാരെയും കാണുവാനായില്ല. അപ്പോഴൊക്കെയും നാണുവിന്റെ മുഖത്ത് അതുവരെ ഇല്ലാത്ത ഒരു ദിവ്യതയുടെ എഴുന്നള്ളത്ത് കണ്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടിരുന്നു. അങ്ങനെ നാണുവിനെ കാണുവാൻ ഇടയായവരിൽ വാരണപ്പള്ളിയിലെ അമ്മയുമുണ്ടായിരുന്നു. ആ അമ്മ അടക്കാനാവാത്ത ഭക്തിയോടും ആകാംക്ഷയോടും കൂടി ഒരു ദിവസം നാണുവിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊന്നും പ്രത്യക്ഷമാകാത്ത ഏതോ ഒരു ദിവ്യരൂപം നാണുവിന് പ്രത്യക്ഷമാകുന്നുണ്ടല്ലോ, അതെന്താണെന്ന് എന്നോട് നാണുവിന് പറയാമോ? അത് ബാലകൃഷ്ണന്റെ സ്വരൂപമാണ്. ചില സമയങ്ങളിൽ ഞാൻ നോക്കുന്നിടത്തെല്ലാം ബാലകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതായി കാണാം. നാണു യാതൊരു സങ്കോചവും ആശ്ചര്യവും കൂടാതെ പറഞ്ഞത് കേട്ടപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ ഭക്തിയുടെ നീരുകൊണ്ട് നിറഞ്ഞു. അവർ ആദ്യമായി നാണുവിന് മുന്നിൽ കൈകൾ കൂപ്പി തൊഴുതു നിന്നു. അക്കാലത്ത് ഒരു രാത്രിയിൽ നാണുവിന് ബാലകൃഷ്ണ രൂപം സ്വപ്നത്തിൽ ദൃശ്യമായി വന്നിരുന്നു. ഭഗവാൻ നാണുവിനെ കൂടെ ചെല്ലാൻ വിളിച്ചതുപോലെ നാണു പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ വെളിച്ചത്താൽ പൊതിയപ്പെട്ടൊരു ദിവ്യ രൂപം. അത് കണ്ടിട്ട് നാണു ചാടി എഴുന്നേറ്റു. ആ വെളിച്ച രൂപം ഒരു ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ പോണു എന്ന് പറഞ്ഞ് നാണു ആ രൂപത്തെ അനുഗമിച്ചു. അതിന് അടുത്തെത്താനുള്ള വേഗത പോരെന്ന് തോന്നിയപ്പോൾ നാണു ഓടുവാൻ തുടങ്ങി. വാരണപ്പള്ളിയിലെ പറമ്പിലൂടെ ഓടിപ്പോയ നാണു ബോധമറ്റ് ഒരു കുഴിയിൽ വീണുപോയി. ബോധം വീണപ്പോൾ ചുറ്റിലുമായി നിൽക്കുന്ന സതീർത്ഥ്യരെയും വാരണപ്പള്ളി കുടുംബാംഗങ്ങളെയുമാണ് നാണു കണ്ടത്. വിസ്മയവും ആശ്ചര്യവും ആകാംക്ഷയും പരിഹാസവും നിഴലിച്ചു നിൽക്കുന്ന അവരുടെ ഓരോരോ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കിയിട്ട് നാണു പതിയെ പറഞ്ഞു, ബാലകൃഷ്ണൻ വന്നു വിളിച്ചു. ഞാൻ ബാലകൃഷ്ണനെ കണ്ടു. കുഴിയിൽ വീണപ്പോൾ ബാലകൃഷ്ണൻ അപ്രത്യക്ഷനായി. അതിദിവ്യമായ ആ ഭഗവത് അനുഭവത്തിൽ നിന്നും പിൽക്കാലത്ത് ഗുരുദേവൻ ഒരു പദ്യം രചിക്കുകയുണ്ടായി. അതാണ് ശ്രീകൃഷ്ണ ദർശനം. ഭൂയോ വൃത്തിനിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും
ആക്കായാവിൻ മലർമേനി കൗസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. ശ്രീകൃഷ്ണ ദർശനം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.